എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. 5 മണി പോലും ആയിട്ടില്ല കേട്ടോ രാവിലെ. അപ്പോൾ റൂബി കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങിയതാണ് പപ്പടൊപ്പം. അങ്ങനെ അവൾ എന്നെ കണ്ടത് എൻ്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങിയിട്ട് ഞാനപ്പോൾ ഈ സൈഡിൽ നിന്നത് കണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇനി പപ്പ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മുറ്റമൊക്കെ കഴുകണത്. അപ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് വന്ന് നിൽക്കുന്നത് കണ്ട് ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിലാണെങ്കിൽ നിറയെ ലൈറ്റാണ്. അപ്പോൾ ഈ പെരുന്നാൾ എടുക്കുമ്പോൾ തോന്നുന്നു എനിക്ക് ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണില്ല. നമ്മളുടെ കയ്യിൽ ശർക്കര അപ്പം ഉണ്ട്, അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഇന്ന് എനിക്ക് ഒത്തിരി ജോലികളുള്ള ദിവസമാണ്. ഇന്നായിരുന്നു ഞാൻ നമ്മുടെ ടിഫിൻ ബോക്സിലൊക്കെ ഇന്നലെ ഫുഡൊക്കെ വെച്ചിട്ട് കാണിച്ചില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ ദിവസമൊന്നായിരുന്നു. ഞാൻ ടിഫിൻ ബോക്സിൻ്റെ അകത്ത് വെക്കുന്നതും എല്ലാം ഇന്നത്തെ ദിവസമാണ് ചെയ്തത്. കുറേ അധികം വർക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ബ്ലിങ്കിറ്റ് ഇന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നൂഡിൽസ്, കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾസ്, പിന്നെ പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചായക്കുള്ള പാല്, മുട്ട തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ ഒരെണ്ണം മാത്രം മേടിച്ച്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഇന്ന് നല്ല പണിയാണല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ നിൽക്കണേണ് കേട്ടോ. കുറേ അധികം പണിയുണ്ട്. അപ്പോഴാണ് തെങ്ങ് കയറാൻ വന്നത്. പക്ഷേ ഈ തെങ്ങ് കയറുന്ന കാര്യത്തിനൊന്നും ഞാൻ നിൽക്കേണ്ട, പപ്പ തന്നെ എല്ലാം ചെയ്തോളൂ. അപ്പോൾ തേങ്ങയൊക്കെ ഇപ്പം പഴയതുപോലെ തന്നെ ഒരുപാട് തേങ്ങയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നാൾ തേങ്ങയൊന്നും ഉണ്ടാകുന്നില്ല. എനിക്കൊന്നിന് ആ സമയത്ത് ഒരു സ്ഥലത്തും തന്നെ തേങ്ങ അങ്ങനെ അധികം ഉണ്ടാകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും തേങ്ങയുടെ ദാരിദ്ര്യം പറഞ്ഞേക്കാം. ഏതോ ഒരു മാസങ്ങളിൽ തേങ്ങയില്ലാത്ത മാസങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കുറേ തേങ്ങ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചതൊക്കെ ഓർക്കണില്ലേ, തേങ്ങയില്ലാതെ പുട്ടുണ്ടാക്കിയതൊക്കെ ഓർക്കണില്ലേ. ഇപ്പോൾ ഏതായാലും 55 തേങ്ങ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് തേങ്ങയുണ്ട്. ഇനി കുറച്ച് 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി കയറുക, എങ്കിലും തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പണിക്കാരന് വേണ്ടിയിട്ടുള്ള 2 മുട്ടയും ഒരു കപ്പ് ചായ ഇങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ചായയൊക്കെ കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 പേര് വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരാളെ വന്നുള്ളൂ. അപ്പോൾ അയാൾക്ക് വേണ്ടി മാത്രം ബാക്കിയുള്ള ചായ ഞാനും പപ്പയും കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറേ അധികം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ മുട്ട പുഴുങ്ങിയതെടുത്ത് വെച്ചേക്കണത്. അപ്പോൾ മുട്ട പുഴുങ്ങിയതൊക്കെ ചെയ്തത് തന്നെയും കൊളാബ് വീഡിയോൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ തുടർന്ന് നമുക്ക് ആ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് നമുക്ക് അഗാരോ റിജൻസിയുടെ മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമർ പരിചയപ്പെടാം. 1.2 ലിറ്റേഴ്സാണ് മെയിൻ കെറ്റിലിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ. ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള പവർ ബേസാണ് ഇത്. 360 ഡിഗ്രിയിൽ സ്വിൽ ചെയ്യുന്നതാണ്. 3 പിന്നുള്ള ഒരു കോഡാണ് ഇതിന് തന്നിരിക്കുന്നത്. പിന്നെ ഇതിന് നല്ലൊരു ഗ്ലാസ് ലിഡും തന്നിട്ടുണ്ട്. കൂടുതലുള്ള പ്രഷർ പുറത്തേക്ക് പോകാനായിട്ട് ഒരു വെൻറ്റും തന്നിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഹാൻഡിലും ഉണ്ട്. കെറ്റിൻ്റെ അകത്ത് മാക്സിമം മിനിമം മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. 2 ഇയർ മാനുഫാക്ചർ വാറൻറ്റി ഉണ്ട്. കെറ്റിലിൻ്റെ ബേസ് ഇതുപോലെയാണ് വരുന്നത്. പിന്നെ ഇതിന് വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോൾ നോബും കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റീമർ പോട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീമർ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ, കെറ്റിലിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ലിഡ് ക്ലോസ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റാക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബൗളും തന്നിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ് റാക്ക് തന്നിട്ടുണ്ട്. അതിനൊരു ഹാൻഡിൽ തന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹാൻഡിൽ മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഡിറ്റാച്ചബിൾ ആക്കി വെച്ചിരിക്കുന്നത്. 6 എഗ്ഗാണ് അതിനകത്ത് ബോയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണാം. ഇതിനകത്ത് ആദ്യം ഞാൻ ചെയ്യുന്നത് എഗ്ഗ് ബോയിലിംഗ് ആണ്. എഗ്ഗ് ബോയിലിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു കെറ്റിൽ ബേസിൽ വെച്ചതിന് ശേഷം പവർ ഓൺ ചെയ്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം ഒഴിക്കുക, എഗ്ഗ് വെക്കുക. പിന്നെ നമ്മൾക്കിത് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മീതയിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഹൈ പവറിൽ 2 പവറിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പവറിലേക്ക് മാറ്റാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോ ആയിട്ട് തന്നെ ചൂട് കുറയും കൂടുകയും ചെയ്യും. അതായത് ഇത് തെർമോ സ്റ്റാറ്റ് കൺട്രോൾ ഉള്ളതാണ്. പവർ ഓൺ ആകുമ്പോൾ തന്നെ LED ഇൻഡിക്കേറ്ററും ഓണായിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മളുടെ വെജിറ്റബിൾസ് ബോയിലാക്കി ഇട്ടിട്ടുണ്ട്. ഇനി താഴെയുള്ള എഗ്ഗ് കൂടിയിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. എഗ്ഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 600 വാട്ടാണ് ഇതിൻ്റെ പവർ. ഇനി അടുത്തത് നമ്മൾ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നൂഡിൽസിന് ആവശ്യമായ വെള്ളം ആ നമ്മൾ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് മേക്കറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് നൂഡിൽസ് ഇട്ടിട്ട് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ ഒന്ന് നമ്മൾ ഇളക്കി ഇട്ടതിന് ശേഷം വേണമെങ്കിൽ വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുക.
ഇത് വെള്ളം വറ്റി അടിയിൽ കരിഞ്ഞു പിടിക്കുമെന്നുള്ള പേടി വേണ്ട. ഇത് വെള്ളം കുറഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോ കട്ടാകും. ഈ ഒരു മൾട്ടിപർപ്പസ് കെറ്റിൽ നമ്മളുടെ സ്റ്റുഡൻസ്, ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കും ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ നൂഡിൽസ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ചത് ക്ലീൻ ചെയ്യുക. കാരണം ഇതിൻ്റെ ബേസിലൊരിക്കലും വെള്ളം ടച്ച് ചെയ്യാൻ പാടുള്ളതല്ല, ഇത് കേടായി പോകും. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇത്തിരി വിനാഗിരിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആ ഒരു മിക്സ് വെച്ച് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ കെറ്റിൽ ഇത് പെട്ടെന്ന് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തൊരു പാചകവും കൂടി ഇതിനകത്ത് കാണിക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുലാവാണ്. അപ്പോൾ പുലാവിന് വേണ്ടിയിട്ട് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇത്തിരി ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് കഴുകിയെടുത്ത അരി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നോബ് തിരിച്ച് സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പിന്നെ അത് തിളച്ച് വരുന്ന സമയത്ത് മാത്രം നമുക്കൊന്ന് ഇളക്കി തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അത് വേണമെങ്കിൽ നമ്മൾക്ക് ഒന്നിലേക്ക് മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചൂട് കുറയും കൂടുകയും ചെയ്യും. ഇപ്പോൾ നമ്മളുടെ കെറ്റിൻ്റെ പുറത്ത് പിടിച്ച് നോക്കിയാൽ പോലും ചൂടൊന്നും തന്നെ ഇല്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ റൈസും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു ചായ ഉണ്ടാക്കാം. ഇപ്പോൾ പാൽ ചായ വേണമെങ്കിൽ പാൽ മിക്സ് ചെയ്ത് വെക്കുക, ആ പാൽ മാത്രമായിട്ട് തിളപ്പിക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു കട്ടൻ ചായയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ട് സൂപ്പാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇടാനുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ഒരു മോമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ചിക്കനും കൂടി ചേർത്ത് ഇത്തിരി സോയാ സോസും ചില്ലി സോസും കൂടി മിക്സ് ചെയ്ത് ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ഇത്തിരി മൈദ കുഴച്ച് അതിൻ്റെ ഡോ തയ്യാറാക്കിയിട്ട് അതിനകത്തേക്ക് പരത്തിയെടുത്ത് മോമോസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു സൂപ്പ് അതിനകത്താകുന്ന ആ ഒരു ചൂട് അടിച്ചിട്ട് തന്നെ നമ്മളുടെ സ്റ്റീമറിലിരിക്കുന്ന മോമോസും ഒന്നിച്ച് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡിഷസ് ഒരേ സമയം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സ്റ്റീമർ മുകളിലേക്ക് വെച്ചതിന് ശേഷം മോമോസ് എല്ലാം വെച്ച് നമ്മുടെ സൂപ്പും റെഡി ആയിട്ടുണ്ട്, മോമോസും ഒപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കേക്ക്സ് ഡോക്ല എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഇനി ഞാനൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എഗ്ലെസ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റീമറിൽ നമ്മളുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഈ ഒരു ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് സ്റ്റീം ചെയ്യാൻ വെക്കുക. അങ്ങനെ നമ്മുടെ കേക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ 6 മുട്ട പുഴുങ്ങിയപ്പോൾ 3 പണിക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരാളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് 4 മുട്ട എടുത്തിട്ട് അങ്ങോട്ട് കറി വെക്കാം. ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് വേറെ കാര്യങ്ങൾ തിരഞ്ഞ് പോകണ്ടല്ലോ. ആ 4 മുട്ടയും പിന്നെ 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേറെ പുഴുങ്ങിയെടുത്ത് എന്നിട്ട് അങ്ങോട്ട് കറിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി വെച്ചത് തീർത്ത് എടുത്തതാണ് കേട്ടോ. അത്രയും തേങ്ങയാണ് ഫ്രിഡ്ജിലുണ്ടാകുന്നത്. അപ്പോൾ ആ തേങ്ങയും ഒന്ന് തേങ്ങാപ്പാൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക്, ഇഞ്ചിയും, സവാളയൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാക്കാം. അപ്പോൾ ഇന്നാണെങ്കിൽ ചോറ് ബാക്കിയുള്ളത് 2 പേർക്ക് അത്യാവശ്യം ചോറുണ്ടാകും. പിന്നെ രാത്രി ഒരു കുറച്ച് ബാക്കി ഉണ്ടാവുമെങ്കിലും അത് ഒരാൾക്ക് പോലും തികയൂലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പുലാവിൻ്റെ കൂട്ടത്തിൽ ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചത് മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് റയന് വേണ്ടിയിട്ട്. അതിന് കാലത്ത് തന്നെ ഞാൻ ചിക്കൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. മന്തി ഉണ്ടാക്കുന്ന പാത്രമൊക്കെ കഴുകി അതുമൊക്കെ റെഡിയാക്കി ചിക്കനൊക്കെ അതിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റയൻ പറയാം, മമ്മി മന്തിയൊന്നും ഉണ്ടാക്കണ്ട, ഇത്രയും പണി മമ്മി ഇതിൻ്റെ ഇടയിൽ ചെയ്തില്ല, എന്തോരം സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് മമ്മി ഈ ഒരു ചിക്കൻ മന്തിയൊന്നും ചെയ്യണ്ട, ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കൂല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചിക്കന് തണുപ്പൊക്കെ പോയിട്ടിരിക്കണല്ലേ, അന്നേ പിന്നെ അവന് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ആ ഒരു പുലാവിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുക്കുക. പുലാവും ഏതായാലും കഴിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചത് റയൻ നൂഡിൽസ് കഴിക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. നൂഡിൽസ് കഴിക്കുവാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഞാൻ നൂഡിൽസ് കഴിക്കില്ലെന്ന് മമ്മിക്ക് അറിയാമല്ല, എനിക്ക് നൂഡിൽസ് വേണ്ട. അപ്പം നേരത്തെ നൂഡിൽസ് ഇടയ്ക്ക് കഴിക്കാറുണ്ട്, എങ്കിലും അവന് വലിയ താല്പര്യമില്ല, അവനങ്ങനെ അധികം കഴിക്കില്ല. റിച്ചാർഡൊക്കെയാണ് നൂഡിൽസ് ഒരുപാട് കഴിക്കണം, റോജറിന് മാത്രം ഇഷ്ടമല്ല. അപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചു തന്നെ പിന്നെ ചിക്കൻ ഫ്രൈയും ഈ ഒരു റൈസും കൂടി അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ നൂഡിൽസ് ആണെങ്കിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ കഴിക്കാറില്ല. നൂഡിൽസൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് നൂഡിൽസ്. അതുകൊണ്ട് ഞാൻ പപ്പടയെടുത്ത് ചോദിച്ചു നൂഡിൽസ് കഴിക്കുമോ, ഉച്ചക്ക് ഇത്തിരി നൂഡിൽസും ചോറും കറിയും കൂടി 2ഉം കൂടി ചേർത്ത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നൂഡിൽസ് മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പപ്പക്ക് വയറ് നിറയില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ചോറും കറിയും 2ഉം കൂടി കഴിക്കാം. അങ്ങനെ പപ്പയാണ്
ഉച്ചക്കാണ് നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ചോറും കറിയും കൂടി കൊടുത്തേച്ച്. അപ്പോൾ അത് രണ്ടും കൂടി ആയപ്പോഴത്തേക്കും പപ്പ ഓക്കെയാണ്. പപ്പക്ക് നൂഡിൽസൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ കഴിക്കാൻ. അങ്ങനെ പപ്പ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് റയന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരിത്തിരി പെരിഞ്ജീരകം മുഴുവനോടെയും ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അരച്ച് എടുത്ത്, എന്നിട്ട് ചിക്കനിലേക്ക് പുരട്ടി വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ചിക്കനിൽ, അപ്പം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു. കാരണം ഇതിൻ്റെ മീതയിലേക്ക് ഇനി സവാളയും ഇത് ക്യാപ്സിക്കൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് അത് ഇടാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. പക്ഷേ ആൾക്കത് വേണ്ട. എനിക്ക് തോന്നണത് ഞാൻ ഇനി ഒരുപാട് ജോലി ചെയ്യിക്കണ്ടല്ലോ എന്നെ കൊണ്ടൊന്ന് വിചാരിച്ചിട്ടായിരിക്കുള്ളൂ അവനങ്ങനെ പറഞ്ഞതെന്ന് തോന്നി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർ കഴിക്കാനുള്ള മുട്ടക്കറി 2 നേരം കഴിക്കാനുള്ളത്, അതായത് 4 മുട്ടയാണ് ഞാൻ കറി വെച്ചേക്കണത്. അപ്പോഴും നമ്മൾ 3 പേരുണ്ടെങ്കിൽ അത് തികയൂലെന്ന് എനിക്കറിയാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുള്ളതും എനിക്ക് ആ ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് മസാല നന്നായിട്ട് പുരട്ടിയതിന് ശേഷം കോൺഫ്ലോറും കൂടിയിട്ട് അത് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ കുറച്ച് നേരം കൊണ്ട് തന്നെ വേഗം വറുത്ത്, കാരണം കുറേ നേരം പോയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ കെറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നിങ്ങനെ കാണിച്ച് പോകണം. കാരണം ഒരു ടൈം ലിമിറ്റൊക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങളുടെ ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ പിടിച്ച പോലെ അതങ്ങോട്ട് കാണിക്കുമെങ്കിലും ഒരുപാട് നേരത്തെ പണിയാണിത്. ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് നേരത്തെ പണിയാണ്. അപ്പോൾ അങ്ങനെ അത്രയും പണികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പണി ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ വേഗം അത്ര നേരം പോയിട്ടുണ്ട്. വേഗത്തിൽ അതൊന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുത്ത്. അപ്പോൾ റയനാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ട് പുലാവും ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കെറ്റിലില്ലേ റോജറിനെ പോലെയുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. നമുക്ക് കറണ്ട് ഉണ്ടായാൽ മാത്രം മതി താമസിക്കുന്ന സ്ഥലത്ത്. ഒരു ഇൻഡക്ഷൻ കുക്കറാ ഒന്നുമില്ല എങ്കിൽ തന്നെയും ഈ ഒരു സംഭവത്തിൽ നമുക്ക് ബിരിയാണി വരെ വെച്ചെടുക്കുക. പിന്നെ ഇതിനകത്ത് വറുക്കാനും പൊരിക്കാനും നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിരി വെള്ളത്തിലുള്ള സംഭവങ്ങളെല്ലാം നമുക്കിത് ചെയ്യാം. ബിരിയാണിയൊക്കെ ഈസി ആയിട്ട് ഒരാൾക്കുള്ളത് വെച്ചെടുക്കുക. ഒറ്റക്കൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാം. ഇങ്ങനെ വറുക്കലും പൊരിക്കലും അത് ഇങ്ങനെ വഴറ്റൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. അല്ലാത്ത ഇപ്പോൾ കാണിച്ച പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ റയന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈയും പുലാവും ഒക്കെ അങ്ങോട്ട് കൊടുത്ത്, അപ്പോൾ 2 പേർക്കുള്ള പുലാവ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം റയൻ പോയിട്ട് എനിക്ക് 4 പഴംപൊരി മേടിച്ചു കൊണ്ടുവന്ന് തന്ന്, ഇനി മമ്മി ഒന്നും ചെയ്യണ്ട, ഒരു പണിക്കാരനല്ലേ ഉള്ളൂ, അതങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് 2 പഴംപൊരി പപ്പക്കും 2 പഴംപൊരി പണിക്കാരനും. അപ്പോൾ ഒരു ചായ ഇട്ട് അതങ്ങോട്ട് കൊടുത്ത്, പണിക്കാരനാണെങ്കിൽ 4:30 മണിക്ക് പോവുകയും ചെയ്ത്. അപ്പോൾ റയന് പഴംപൊരി വേണ്ട, അതുകൊണ്ടാണ് അവൻ 4 മാത്രം മേടിച്ചത്. അവൻ സൈക്കിളിലോട്ടാൻ പോയേക്കുന്നത്. ഇനി കുറേ അധികം നേരം കഴിഞ്ഞിട്ടേ അവൻ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ ആ മുറ്റത്തെ പുല്ലുകളും ചെടികളെല്ലാം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞതിന് ശേഷം അവിടെ ക്ലീൻ ചെയ്തിട്ടതാണ് കേട്ടോ. ഇനി ഒരു സൈഡ് കൂടിയിട്ടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ പപ്പ കുറേയധികം പണി ചെയ്യും, ഞാനും കുറേയധികം പണി ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരു മ്യൂച്വൽ കെമിസ്ട്രിയിലാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പപ്പ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഞാൻ മുറ്റത്തും വഴിയിലും ഒക്കെ അടിക്കാൻ പോകണമെന്നും പപ്പക്ക് അത്ര ഇഷ്ടമായി. പിന്നെ പപ്പ ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യും, എങ്കിലും കുട്ടികൾ വന്ന് അവിടെ നിൽക്കും കേട്ടോ. വഴിയൊക്കെ അടിക്കണമെങ്കിൽ കുട്ടികൾ വന്ന് നിൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞാനും കൂടിയിട്ട് അടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു പപ്പ ഇല്ലാത്ത സമയത്ത്. ഇപ്പോൾ പപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെക്കൊണ്ടും ചെയ്യിക്കൂല, പപ്പ തന്നെ അതൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ഏതായാലും അകത്തുള്ള പണികൾ അടിക്കലും കാര്യങ്ങൾ. അപ്പോൾ ആ നേരത്ത് റയൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. സൈക്കിൾ ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അവിടെ കതച്ച് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഇല്ലല്ലോ, ഞാൻ പറഞ്ഞതല്ല, റൈസ് ഒട്ടും തന്നെയില്ല. ഉച്ചയ്ക്ക് ഞാൻ പുലാവൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾക്ക് പോലും കഴിക്കാനുള്ള റൈസ് രാത്രിത്തേക്ക് ഇല്ല, ഒരു കുറച്ചുണ്ട്, അതൊരാൾക്ക് പോലും തികയൂല. അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു നാഴി അരി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് സിമ്മിലിട്ടിട്ട് വേവിക്കുക. പതിയെ ഒരു ആവി പോലെ ഇങ്ങനെ ശബ്ദമില്ലാതെ പുക ഇങ്ങനെ വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിട്ട് കുറേ അധികം നേരം കഴിഞ്ഞിട്ട് വാർത്തിട്ടാൽ നല്ല
ഒട്ടിപ്പിടിക്കാത്ത കലത്തിൽ വെച്ച പോലെയുള്ള ചോറ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ റയൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ ടയർഡാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും പണി മാറിയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അത്രയും പണിയുണ്ട്. അപ്പോൾ തുടക്കലും എല്ലാം ഏറെക്കുറെ കഴിഞ്ഞ് ഇനി അടുക്കള മാത്രം തുടച്ചാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നാരങ്ങ വെള്ളം പിഴിയാം. അപ്പോൾ അപ്പ എഴുതുന്നുണ്ടെങ്കിലും കുറേ പണി ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പം പപ്പ കുളിച്ചിട്ടൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനും ടയർഡാണ്. അപ്പോൾ ഇത്തിരി നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജിയാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം പിഴിയാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ 2 നാരങ്ങ എഴുതുക. അപ്പോൾ ഈ തൊണ്ടിങ്ങനെ വെള്ളത്തിൽ മുക്കി പിഴിയുമ്പോൾ നാരങ്ങ വെള്ളത്തിന് കയ്പുണ്ടാകുമെന്ന് പറയില്ലേ, അത് വെച്ച് കഴിയുമ്പോഴാണ് ഉണ്ടാകുക. കുറച്ച് നേരം അതിനെ അവിടെ ഉപയോഗിക്കാതെ വെച്ചിട്ട് പിന്നീട് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല കയ്പായിരിക്കുള്ളൂ. ഉടനെ തന്നെ നമ്മൾ കുടിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ട് മുക്കിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് തൊണ്ട് മുക്കാതെ പിഴിയാൻ പറ്റില്ല. കാരണം അതിൻ്റെ അകത്തുള്ള നീരെല്ലാം വരണമെന്നുണ്ടെങ്കിൽ തൊണ്ട് മുക്കിയാൽ എനിക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് കലക്കി ഞങ്ങൾ 3 പേരും കുടിച്ചിട്ടാ. അപ്പം ഞാൻ അവർക്ക് 2 പേർക്കുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം ഇവിടെ വന്ന് നിന്നിട്ട് വേഗം തന്നെ അങ്ങോട്ട് കുടിച്ചിട്ട് ബാക്കി അടുക്കളയും വർക്കേരിയും തുടക്കാനുണ്ടല്ലോ, അപ്പോൾ അതങ്ങോട്ട് തുടച്ച് മാറ്റാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ പണിക്കാരന് അത്യാവശ്യം ബാങ്കിലൊക്കെ പോകാനുള്ളത് കൊണ്ട് ആ പുള്ളി 4:30 മണിക്ക് ഇവിടുന്ന് പോയി. പിറ്റേ ദിവസം അന്നത്തെ ദിവസം അയാൾക്ക് ബാങ്കിൽ പോയപ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുള്ളി പിറ്റേ ദിവസം ലീവ് എടുത്ത് കൂടെ വരാനുള്ള ആളുകളും ഒക്കെ ലീവായിപ്പോയിന്നേ. അതുകൊണ്ട് ഇപ്പോൾ 2 ദിവസമായി, അതായത് തിങ്കളാഴ്ചയാണ് ഈ ഒരു പണിക്കാരൻ വന്നത്. പിന്നെ അതിന് ശേഷം ചൊവ്വ ബുധൻ പണിക്കാർ വന്നിട്ടേ ഇല്ല. അവർക്കൊക്കെ ഓരോ അത്യാവശ്യങ്ങളായിട്ട് ലീവിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പണി പെൻഡിങ്ങിൽ കിടക്കേണ്ടതാണ്. ഇനിയിപ്പോൾ വെള്ളി ശനി ഈ 2 ദിവസങ്ങൾ കൊണ്ട് തീർത്ത് തരാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇത്തിരി പണി കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ 2 ദിവസം കൊണ്ട് തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയല്ലേ, വ്യാഴാഴ്ച ഇന്ന് പണിക്കാർ വന്നു കഴിഞ്ഞാൽ വ്യാഴം വെള്ളി ശനിയാഴ്ച തീർത്ത് തരാമെന്നാണ് പറഞ്ഞേക്കണത്. അതൊന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥതയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീരണം. അങ്ങനെ ആകെ ഒരു അസ്വസ്ഥമായി നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഞാൻ ഏതായാലും തുടച്ചൊക്കെ കഴിഞ്ഞതല്ലേ, അന്നേ ഒന്ന് പുകച്ചേക്കാം. ഞാൻ തന്നെ പുകക്കണം, വേറെ ആരും പുകക്കൂല. അങ്ങനെ പുകച്ചതാണ് കേട്ടോ. പിന്നെ അതേ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുളക് പൊടിക്ക് ഓർഡർ കൊടുത്തിട്ട് കൊണ്ടുവന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 1 കിലോ കാശ്മീരി ചില്ലി പൗഡർ മേടിച്ചിട്ടുണ്ട്, 1/2 കിലോ മല്ലിപ്പൊടിയും 1/4 കിലോ മഞ്ഞളും മേടിച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എങ്കിലും ഞാൻ മേടിച്ചു. മുളക് പൊടി ഏറെക്കുറെ തീർന്ന് അറ്റത്ത് വന്ന് നിൽക്കണേ. അപ്പം മുളക് പൊടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ കൊടുത്തതെങ്കിൽ ഇതെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 1/4 കിലോൻ്റെ പാക്കറ്റുകളാണ് കേട്ടോ ഓരോന്നും. അപ്പോൾ 1/4 കിലോൻ്റെ വിലയാണ് ഓരോന്നിലും ഇരിക്കുന്നത്. മുളക് പൊടിക്ക് കിലോ 800 രൂപയാണ്. കാശ്മീരി ചില്ലി പൗഡർ വീട്ടിൽ കഴുകി ഉണക്കി പൊടിക്കുന്നതാണ്. അപ്പോൾ സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇടയ്ക്ക് മേടിക്കാറുണ്ട്. അവളെൻ്റെ അടുത്ത് പറയാറുണ്ട്. എൻ്റെ കസിൻ സിസ്റ്ററുടെ മോളാണ് സിന്ധു എന്ന് പറയുന്നത്. അങ്ങനെ അവൾ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വളരെ വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന, അതായത് ഒരു രീതിയിലുള്ള കലർപ്പില്ലാത്ത ശുദ്ധമായ സാധനമാണ്. അത് ഈ ഒരു വിലക്ക് തന്നെ ഇത് ലാഭമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ മുളക് മേടിക്കുമ്പോൾ തന്നെ ചില സമയത്ത് 900-നൊക്കെയാണ് മുളകൊക്കെ മേടിക്കുക. ഇതിപ്പോൾ നമുക്ക് പൊടിച്ച് തന്നതിന് തന്നെ 800 രൂപ. അതായത് മുളക് കുറഞ്ഞതും കൂടിയതുമായ ക്വാളിറ്റി ഉണ്ട്. ഇവർ കൂടിയ ക്വാളിറ്റി വീട്ടിൽ തന്നെ കഴുകി ഉണക്കിയിട്ടാണ് പൊടിപ്പിക്കാൻ കൊണ്ടുപോകണത്, അല്ലാതെ ചുമ്മാ വാരിയിട്ട് പൊടിപ്പിക്കുകയല്ല ചെയ്യണത്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ എപ്പോഴും നമുക്ക് ഇത് അവരുടെ സ്റ്റാറ്റസിൽ കാണാം. ഓരോ ബാച്ചും കഴുകുന്നതും ഉണക്കുന്നതും ഒക്കെ അവർ കാണിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു തെളിവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉറച്ച വിശ്വാസമാണ് ഇതിൽ കലർപ്പൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ കുളിച്ച് റയനൊക്കെ കുളിച്ച് ഇവിടെ വന്ന് കാല് നീട്ടി ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്താനുണ്ട്. അപ്പോൾ റയൻ ഈ കുഞ്ഞി കാറിട്ട് ഓടിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത്. അത് എനിക്ക് ഓടിക്കാനായിട്ട് ചില സമയത്ത് ഞാനൊന്ന് ട്രൈ ചെയ്യും. അപ്പോഴാണ് മനസ്സിലാകണത് ഇതിന് നല്ല സ്കില്ല് വേണം, അല്ലാതെ ഈ സാധനത്തിനെ പുറകോട്ട് മുമ്പോട്ടൊന്നും ആക്കൽ നടപടിയല്ല എന്നുള്ളത്. എങ്കിലും ഞാൻ കുറച്ച് നേരമൊക്കെ ട്രൈ ചെയ്യും. അവസാനം നമുക്ക് ഭയങ്കര ഒരു ബ്രെയിൻ വല്ലാത്ത പോലെ തോന്നും നമ്മളെ. അപ്പോഴേക്കും ഞാൻ നിർത്തും. കാരണം അതൊരു
ഒരു തലവേദന പരിപാടിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ. ഇവിടെ റിച്ചാർഡും റയനും എല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്യാനൊക്കെ ഇതിൽ അത് ഭയങ്കര ടഫാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചെയ്യണത്. എനിക്കത് നോക്കിയിരിക്കാൻ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഫോണിലാണ് അതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത്. ഫോണിലാണ് റയന കൺട്രോൾ ചെയ്യുന്നത്. ഞാനും കുറച്ച് നേരമൊക്കെ ഓടിച്ച് അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസവും തീർന്ന് ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്